എന്താണ് നമുക്ക് വേണ്ടി കുക്ക് ചെയ്ത് തരാൻ പോകുന്നത്? നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടാണ്. നമ്മുടെ കേരളത്തിൽ അധികം ആൾക്കാർ ഉണ്ടാക്കാത്തതും വളരെ ഈസി ആയിട്ടുള്ളതും വളരെ ടേസ്റ്റ് ഉള്ളതായിട്ടാണ് ചീസ് കേക്ക്. ചീസ് കേക്ക് ഭയങ്കര ഈസിയാണോ? വളരെ ഈസിയാണ്. ചീസ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാന്നുള്ള സംഭവം നമുക്ക് പഠിക്കാം. 5 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം, അല്ലെങ്കിൽ ഫ്രീസറിൽ സോളിഡ് ആക്കി കിട്ടാൻ വേണ്ടി നൈസ് ആയിട്ട് ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. ഫ്രിഡ്ജിൽ വെക്കാനുള്ള നേരമില്ല എനിക്ക്. എത്രത്തോളം ഈസിയാന്നുള്ളത് 1 to 10 നമുക്ക് റേറ്റ് ചെയ്യുകയും ചെയ്യണം അല്ലെ? സെറ്റ് ചെയ്യാം. നമ്മൾ ഇവിടെ തന്നെ സെറ്റ് ചെയ്യുന്നു. Cheers. Cheers. Merry Christmas. ഹായ് ഹലോ നമസ്കാരം ഗൈസ്, വെൽക്കം ടു ചായ് ടോക്സ്. ഇറ്റ്സ് വൈബ് ഗുഡ്. ക്രിസ്മസ് അടുത്ത് വരികയാണ്, എല്ലാവരും അതിന്റെ ഒരു വൈബിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ചായ് ടോക്സിന്റെ ഫസ്റ്റ് ക്രിസ്മസ് ആണ്. ഇന്ന് നമ്മുടെ കൂടെ വിശേഷം പറയാനുള്ള ആൾ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് എന്ന് പറയുന്ന ഒരു വൈബാണ്. അത് ഇഷ്ടമുള്ള ഫുഡ് ഇഷ്ടമുള്ള സമയത്ത് സ്വയം ഉണ്ടാക്കി കഴിക്കുക, അതേപോലെ തന്നെ നമുക്ക് ആരെങ്കിലും ഉണ്ടാക്കി തരിക, പിന്നെ അറിയാൻ പറ്റാത്ത റെസിപ്പീസ് ഒക്കെ ഓൺലൈൻ നോക്കി പഠിക്കുക, അങ്ങനെ പല പരിപാടികൾ ഇപ്പൊ നടക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ചായ് ടോക്സിൽ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന വ്യക്തി ഒരു ഷെഫാണ്. സോ അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ, അദ്ദേഹം എങ്ങനെ ഈ ഒരു ഫീൽഡിലോട്ട് എത്തി, അതേപോലെ തന്നെ വന്ന സ്ഥിതിക്ക് എന്തായാലും ഇവിടെ ഒരു സ്പെഷ്യൽ റെസിപ്പി കുക്ക് ചെയ്യിപ്പിച്ചിട്ടേ വീട്ടുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. സോ വെൽക്കം ടു ചായ് ടോക്സ്. വൈബ് ഗുഡ്. ഹാപ്പി കൂളായി ചില്ലായിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. കാലത്ത് എന്താ കഴിച്ചേ? കഴിച്ചില്ല. അത് കൊള്ളാം. ഷെഫായിട്ട് കാലത്ത് ഒന്നും കഴിച്ചിട്ടില്ല? ഇല്ല, ഞാൻ സാധാരണ തോതില് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറുണ്ട്. അത് നല്ല ഹാബിറ്റ് ആണോ അല്ലെന്ന് കേട്ടില്ല, പക്ഷെ എനിക്ക് വർക്ക്ഔട്ട് ആവാറുണ്ട്. ഞാൻ ബ്രഞ്ച് അല്ലെങ്കിൽ ഒരു അറൌണ്ട് 1 to 1:30 ഞാൻ നോർമലി എനിക്കൊക്കെ ചീത്ത കേൾക്കും കാലത്ത് രാത്രി ഫുഡ് കഴിഞ്ഞിട്ട്, പിന്നെ വലിയൊരു ബ്രേക്ക് അല്ലേ, അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ പ്രശ്നമാണെന്നുള്ള രീതിയിൽ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, നോർമലി കഴിക്കാറില്ല. അതല്ലേ, പൊതുവെ മലയാളീസ് തന്നെ പറയാം, ഷെഫ് എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലൊരു സങ്കല്പമുണ്ട്. അതിൽ നിന്നൊക്കെ എൻറ്റർലി മാറിയിട്ട് എന്താ പറയാ, ഒരു ബോളിവുഡ് ഈക്വ ആ ലെവലിലോട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ആ ഒരു രഹസ്യം, അതായത് ഫുഡ് അവോയ്ഡ് ചെയ്യാറുണ്ടോ? ഇഷ്ടമുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യാറുണ്ടോ? എങ്ങനെയാണ് യുവർ ഡയറ്റ് പ്ലാൻ എന്ന് ആദ്യം കേൾക്കട്ടെ. എന്റെ ഡയറ്റ് പ്ലാൻ, ഞാൻ സത്യം ഒരു ഡയറ്റ് പ്ലാനും ഫോളോ ചെയ്ത ഒരാളാണ്. കാരണം ഷെഫ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ അത് ആദ്യം ടേസ്റ്റ് ചെയ്ത് ഓക്കെ അത് മനസ്സിലാക്കിയ ശേഷം മാത്രം നമുക്ക് കസ്റ്റമേഴ്സ് കൊടുക്കുള്ളൂ. അങ്ങനെയുള്ള മോസ്റ്റ്ലി നമുക്കറിയാലോ, നമ്മളൊരു ഷെഫ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഐഡിയൽ ഫിഗർ എന്ന് പറയുമ്പോൾ ചൗബി ആയിരിക്കണം, ബെഞ്ചി അതാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷെ ഞാൻ ഒരിക്കലും എന്റെ ലൈഫിൽ ഒരിക്കലും ഞാനൊരു ഡയറ്റ് ഫോളോ ചെയ്തിട്ടില്ല. എനിക്ക് ഇഷ്ടമുള്ള എല്ലാ ഭക്ഷണവും ഞാൻ കഴിക്കാറുണ്ട്, നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. പക്ഷെ അതിൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് അത്യാവശ്യം വെയിറ്റ് കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ വർക്ക്ഔട്ട് തുടങ്ങും. അതായത് ഇപ്പൊ ജിമ്മിൽ പോയിട്ട് തന്നെ ആയിരിക്കണമില്ല, വീട്ടിൽ തന്നെ ചെറിയ രീതിയിൽ നമ്മുടെ എന്താ പറയാ വർക്ക്ഔട്ട് ചെയ്തിട്ടായാലും ഞാൻ ആ വെയിറ്റ് വാച്ച് ചെയ്യാറുണ്ട്. എന്റെ ഒരു വെയിറ്റ്, കാരണം എനിക്ക് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എപ്പോഴും കഴിക്കണം, അത് ആരോഗ്യ പ്രശ്നമാവരുത്. അതാണ് എന്റെ മെയിൻ. അപ്പൊ ഫുഡ് വാച്ച് ചെയ്യണം, വെയിറ്റും വാച്ച് ചെയ്യണം എന്നാണ് പറഞ്ഞു വരുന്നത്, ഫുഡ് മാത്രം പോരാന്നുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷെഫ് എന്ന് പറയുന്ന ഒരു ആഗ്രഹം എന്തായിരുന്നു? ബേസിക്കലി പഠിച്ചതും എങ്ങനെയാണ് ഇതിനകത്തേക്കുള്ള ഒരു ട്രാവലും? എന്റെ ഒരു ചൈൽഡ്ഹുഡ് ഡ്രീം ആണ് ഈ പ്രൊഫഷൻ. എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ +2 കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു പെട്ടെന്ന് ഞാൻ പഠിച്ച കാലഘട്ടത്തിന്റെ പ്രത്യേകത വെച്ചാല്, ആണുങ്ങൾ ഹോട്ടൽ മാനേജ്മെന്റ്, പെണ്ണുങ്ങൾ നഴ്സിംഗ്. അതൊരു നമ്മുടെ ഒരു കേരളത്തിലെ ട്രെൻഡ് ആയിരുന്നു. കാരണം ആണുങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടാനും, പ്രത്യേകിച്ച് നമുക്ക് പുറം രാജ്യത്തേക്ക് പോയിട്ട് അത്യാവശ്യം നല്ല നമുക്ക് സ്ഥലങ്ങൾ കാണാനും എല്ലാം കൊണ്ടും ആ ഒരു പ്രൊഫഷൻ ആയിരുന്നു ഐഡിയൽ ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് ചെറിയൊരു കുക്കിങ്ങിനോട് ഒരു ചായ ഉണ്ടായിരുന്നു. അതൊരു മെയിൻ ഫാക്ടർ എന്ന് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാവർക്കും യൂത്തിന് മെയിൻ ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ ജോബ് എന്ന് പറയുന്ന സംഭവം അല്ലെ. അപ്പൊ പെട്ടെന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് എടുക്കുന്നു, എന്നാൽ ഇതായിട്ട് കണക്ട് ആവാൻ പറ്റാത്ത യൂത്ത് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് എടുത്തുകൊണ്ട് തന്നെ ജോബ് ഭയങ്കര സ്റ്റക്കപ്പ് ആയിട്ട് നിൽക്കുന്നു, ഒരു റോങ് ഡിസിഷൻ ആണ് എടുത്തത് എന്നുള്ള ഒരു സിറ്റുവേഷൻ. അപ്പൊ ഈസി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി ആണോ ഹോട്ടൽ മാനേജ്മെന്റ് ജോബ്? ഈസി അല്ല, ഈസി ടു ഗെറ്റ് എ ജോബ്. നമുക്ക് ഏത് പ്രൊഫഷൻ എടുത്താലും 2 സൈഡ് ഉണ്ടാവും. ഒരു ഫ്ലിപ്പ് സൈഡ് എന്ന് പറഞ്ഞാല്, നമുക്ക് എന്താ പറയാ, നമ്മുടെ ഒരു പാർട്ടി ലൈഫ് അല്ലാന്നുണ്ടെങ്കിൽ, പാർട്ടി ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു ഒരു ഫാമിലി ലൈഫ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു സെലിബ്രേഷന്റെ പാർട്ട് ആകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാം നമുക്ക് മിസ് ആവും. പിന്നെ ഹൈ പ്രഷർ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കും വർക്ക് ചെയ്യുന്നത്, ഫാസ്റ്റ് പേസ് ആയിരിക്കും. ശരിക്കും ഒരു കാര്യം ഞാൻ പറയാം, മോസ്റ്റ് ഓഫ് ദ ഷെഫ്സ് ആർ ആൽക്കഹോളിക് ആക്ച്വലി. അവരുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കോപ്പപ്പ് ചെയ്യണം. ഇതൊരു ഫാക്ട് ആണ്. നമ്മുടെ എന്റെ ഫ്രണ്ട്സ് എന്റെ എല്ലാ ഇതിനും പറഞ്ഞാണ്. ഞാൻ എല്ലാവരെയും കാറ്റഗറൈസ് ചെയ്ത് പറയുന്നതല്ല, എനിക്കറിയാവുന്ന കാര്യങ്ങൾ പേഴ്സണൽ അറിയാവുന്നതുകൊണ്ടാണ്. ഈ സ്ട്രെസ്സും അല്ലാതെ ആ ഫാസ്റ്റ് പേസിൽ വർക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറായിട്ട് കോപ്പപ്പ് ചെയ്യാനായിട്ട്
മിക്കവരും ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ഇതാണ് ആൽക്കഹോളിസം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊരിക്കലും ഈസി ആണെന്ന് ഞാൻ പറയില്ല. കിച്ചൺ പ്രൊഫഷൻ അല്ലെങ്കിൽ കുക്കിംഗ് പ്രൊഫഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഷെഫ് പ്രൊഫഷൻ എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള ജോലി തന്നെയാണ്. വളരെ ഇപ്പൊ നമുക്ക് എല്ലാത്തിനും അതിൻ്റെതായ ഒരു ടഫ്നെസ് ഉണ്ട്. പക്ഷെ നമ്മൾ സ്കെയിൽ 1 to 10 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു സംവേർ 8.5 9 റേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് നമ്മുടെ ഈ ഹോട്ടൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഷെഫ് എന്ന് പറയുന്ന പ്രൊഫഷൻ. വെരി വെരി ടഫ് ആണ്. പക്ഷെ നമുക്ക് അതിന്റെ ബെനിഫിറ്റ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് വേൾഡിൽ പോയി ട്രാവൽ ചെയ്യാം. ഈസി ടു ഗെറ്റ് ജോബ് അബ്രോഡ് ആക്ച്വലി. അത് വൺ പോയിന്റ് ആണ്. പ്ലസ് നമുക്ക് നല്ലൊരു സാലറി, പെട്ടെന്ന് ജോലി കിട്ടാൻ, ഇതെല്ലാം ഉണ്ട്. പക്ഷെ അതിന്റെ ഫ്ലിപ്പ് സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നല്ല ഹെവി ആയിരിക്കും. വീട്ടില് ഏതാ കൂടുതൽ വൈഫിനാണെങ്കിലും ഒക്കെ കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഡിഷ്? ഞാൻ ഉണ്ടാക്കുന്നത് മന്തി, ബീഫിന്റെ റിബ്സ് വെച്ചിട്ടുള്ള മന്തി ഉണ്ടാക്കുന്നത്. അത് നല്ല ഹിറ്റാണ്. നമ്മുടെ വൈഫിനായാലും പേരൻസിന് അവർക്ക് ഈ അറബിക് ഫുഡോട് വലിയ താല്പര്യം ഇല്ലെങ്കിലും കഴിച്ചിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞൊരു ഡിഷ് അതൊക്കെ. ഏറ്റവും ഇഷ്ടമുള്ളത് അതാണ്. അതെ. ഇനി എപ്പോഴുണ്ടാക്കുക? ഇനി ഉണ്ടാക്കുക ഒരു കാര്യം തന്നെ വിളിച്ചോ, സാധനങ്ങൾ റെഡിയാക്കി വെച്ചാൽ ഉണ്ടാക്കി തരാം. സെറ്റ്. അപ്പൊ അടുത്ത് തന്നെ നമുക്ക് അത് നമുക്ക് സമാധാനമായിട്ട് വീഡിയോ ഒന്നുമില്ലാതെ കഴിച്ച് സെറ്റാക്കി. ഓക്കെ. ഇതില് നോർമലി ചില ഹോട്ടൽസിലൊക്കെ പോകുമ്പോ നമുക്ക് ആദ്യം ഷെഫ് തരുന്ന ഫുഡ് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അഗൈൻ നമ്മൾ പോയി പറയുമ്പോൾ ചിലപ്പോ നമ്മൾ പറയുന്ന ഒരു സംഭവം ഉണ്ട്, ഷെഫ് മാറിയെന്ന് തോന്നുന്നു. അപ്പൊ ഒരു ഹോട്ടലിന്റെ മെയിൻ പില്ലർ ഈ വ്യക്തിയാണോ? ഡെഫിനറ്റ്ലി അതെ, ഉറപ്പായിട്ടും. കാരണം നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം എല്ലാവർക്കും ഓരോ സ്റ്റൈലുണ്ട്. ഇപ്പൊ നമ്മള് ബേസിക് ആയിട്ട് പറയുന്നത് നമ്മുടെ ഒരു കോട്ടയം സ്റ്റൈൽ മീൻകറി അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മാങ്ങയുടെ മീൻകറി 10 ഷെഫ്മാരെ വിളിച്ചിട്ട് ഉണ്ടാക്കാൻ പറയാം. സെയിം ഇൻഗ്രീഡിയൻസ് കൊടുക്കാം, സെയിം എമൗണ്ട് എല്ലാം കൊടുക്കാം. പക്ഷെ ഉണ്ടാക്കി കഴിയുമ്പോൾ 10 ഡിഫറെന്റ് ടേസ്റ്റിൽ വരും. എൻ്റർലി ഡിഫറെന്റ് അല്ലേ പറഞ്ഞത്. സംതിങ് യുനോ, അതാണ് നമ്മൾ ഒരു ഷെഫിന് വേറൊരു ഷെഫിൽ നിന്നും സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും അവരുടേതായ ചെറിയൊരു ഹാബിറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും. പറയാതെ കിട്ടിയില്ല, അതാണ് സംഭവം. ആ പൊടിക്കൈയാണ് എല്ലാവർക്കും ഉണ്ടാവും. അതുകൊണ്ട് നമ്മളിപ്പോ റെസ്റ്റോറന്റിൽ ഇപ്പൊ ഇന്ന് കഴിച്ച ഫുഡ് നാളെ ഓക്കെ സോറി നിങ്ങൾ ചോദിച്ച പോയിന്റ് എന്താ വെച്ചാല് ഈ ഷെഫ് മാറുന്നതനുസരിച്ച് ഫുഡ് ടേസ്റ്റ് മാറുന്നു. ഡെഫിനറ്റ്ലി മാറും. അതാണ് ഞാൻ ഈ പറഞ്ഞത് പോയത്. നമ്മൾ 10 ഷെഫ്മാരെ കൊണ്ട് ഉണ്ടാക്കിയാലും ബേസിക് ആയിട്ടുള്ള ഡിഷ് സെയിം ആണെന്നുണ്ടെങ്കിലും അതിൽ എഫർട്ടിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും, ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. നോർമലി ഞാൻ റെസ്റ്റോറൻറ്റ്സിൽ പോകുമ്പോൾ ഞാൻ ഓൾറെഡി പ്ലാൻഡ് ആയിരിക്കും. പുതിയതിൽ പോകാൻ എനിക്കൊരു ധൈര്യക്കുറവാണോ എന്തോ അറിയത്തില്ല. പോകുമ്പോ ഞാൻ പ്ലാൻഡ് ആയിട്ട് പോയിട്ട് ഫേവറേറ്റ് സ്പോട്ട് ഉണ്ടാവും. അതെ ഓഫ് കോഴ്സ്. അപ്പൊ അവിടെ പോകുമ്പോ ഓൾറെഡി ചെല്ലുമ്പോ തന്നെ നമ്മൾ പറയും. പക്ഷെ ചില സിറ്റുവേഷനിൽ ഷെഫ് വന്നിട്ട് നമുക്ക് യുനോ അത് പുതിയതാന്ന് പറഞ്ഞാലും നമുക്ക് എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട്. അപ്പൊ ഇവരിങ്ങനെ നമ്മുടെ ടേസ്റ്റ് ഒന്നും അറിയാതെ മേ ബി അവർ ആ ഹോട്ടലിന്റെ പുതിയൊരു ഡിഷിനെ നമ്മളിലോട്ട് എടുക്കാൻ ശ്രമിക്കുന്നതാണോ? എന്താണ് ആക്ച്വലി അവിടെ ഒരു സജഷൻ വരുന്നത്? ഇതില് 2 സൈഡ് ഉണ്ട്. ചില ഷെഫ്മാർക്ക് ജെന്യൂൻ ആയിട്ട് ഒരു പുതിയ ഡിഷ് അവരുടെ മെനുവിൽ ആഡ് ചെയ്യുമ്പോൾ പുതിയ കസ്റ്റമേഴ്സ് ട്രൈ ചെയ്യണം എന്നുള്ള ജെന്യൂൻ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു റെക്കമെൻഡേഷൻ വരാം. പിന്നെ ഒരു സംഭവം വേറെ ഇതിന്റെ ഒരു ബിസിനസ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ഐറ്റംസ് നമുക്ക് എല്ലാ എക്സ്പയറി ഉണ്ടാവും. നമ്മൾ സ്പെഷ്യലി നമ്മൾ 5 സ്റ്റാർ ഹോട്ടലില് അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഹോട്ടലില് അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാർ ഗ്രേഡ് ഉള്ള എല്ലാ ഹോട്ടലിലും എക്സ്പയറി കറക്റ്റ് നോക്കിയിട്ടാണ് അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതല്ല. അപ്പൊ നിയർ എക്സ്പയറി ആവുന്ന സാധനങ്ങള് അവർ സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞിട്ട് അത് പുഷ് ചെയ്യാറുണ്ട്. എല്ലാരും ചെയ്യുന്നല്ല ഞാൻ പറഞ്ഞ, ചിലരെങ്കിലും ചെയ്യാറുണ്ട്. പക്ഷെ അത് സേഫ് ടു ഈറ്റ് ആക്ച്വലി. എക്സ്പയറി ആയിട്ടില്ല, അതിന് മുമ്പ് തന്നെയാണ് അവർ ഉണ്ടാക്കുന്നത്. പിന്നെ അവരുണ്ടാക്കുന്ന നല്ല ഫുഡ് തന്നെ ആയിരിക്കും. എന്നാലും അതൊരു ബിസിനസ് പോയിന്റിലേക്ക് വന്നിട്ട് അവരത് പുഷ് ചെയ്യുന്നൊരു സംഭവം കൂടെ ഉണ്ട്. പിന്നെ കൈപുണ്യം, അതായത് പൊതുവെ അമ്മയ്ക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. അമ്മയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ മമ്മിയുണ്ട്, എന്റെ അമ്മയുണ്ട്. അപ്പോ പൊതുവെ അവർ പറയുന്നതാണ് ഇപ്പോ ജസ്റ്റ് ഒരു മഞ്ഞപ്പൊടി ഇടും മുളക് പൊടി ഇടുമ്പോഴൊക്കെ ഒരു കൈപുണ്യം വേണം. ഫുഡ് എല്ലാവർക്കും ഉണ്ടാക്കാം, പക്ഷെ കൈപുണ്യം ഇസ് മസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് എങ്ങനെ ഏറ്റെടുക്കുന്നു? ഓക്കെ, ഇത് ഞാൻ പറയുമ്പോ കുറെ പേര് നെഗറ്റീവ് കമന്റിയുടെ ചാൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് എന്റെ പോയിന്റ് പറയാണ്ടിരിക്കാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് കൈപ്പുണ്യം എന്നുള്ള സംഭവത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മള് കുക്കിങ്ങിനെ സയന്റിഫിക് ആയുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ 3 വർഷത്തെ പഠിച്ചതിന്റെ ബേസിലും വർക്ക് ചെയ്തതിന്റെ ബേസിലും ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഒന്നും അറിയത്തില്ലാത്ത ഒരാൾക്ക് കറക്റ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൊടുത്ത് കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരന് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഇപ്പൊ 10 വർഷത്തെ 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുണ്ടാക്കുന്ന മാതിരി തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ആ കൈപുണ്യം എന്നുള്ളൊരു കൺസെപ്റ്റ് ഈ ഒരു പറഞ്ഞ പോയിന്റിൽ വരത്തില്ലല്ലോ.
പക്ഷെ ഇപ്പൊ ഹോട്ടൽസിലൊക്കെ അല്ലേ നമ്മളിപ്പോ 2 സ്പൂൺ 3 സ്പൂൺ എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ആ പെൺകുട്ടി കുക്കിംഗ് നമ്മളൊക്കെ ജസ്റ്റ് ഇങ്ങനെ എക്സ്പീരിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ആൾക്കാർക്ക് അക്സെപ്റ്റഡ് ആവുമെന്നുള്ള എനിക്ക് ഡൗട്ട് ഉണ്ട്. എക്സ്പീരിയൻസ് ഉള്ളത് കൈപ്പുണ്യം എന്നുള്ള സംഭവം ഇപ്പൊ എനിക്ക് ഒന്നും അറിയത്തില്ല, പെട്ടെന്ന് ഞാൻ വന്ന് ഉണ്ടാക്കുന്നതിന് പേര് എന്റെ കൈപ്പുണ്യത്തിന്റെ പേരിൽ അത് നന്നാവുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ടായിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ആളുടെ എക്സ്പീരിയൻസിന്റെ ബേസിൽ നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നല്ല ടേസ്റ്റിൽ നമുക്ക് ഈ ഫുഡ് ഉണ്ടാക്കിയെടുക്കാം. പൊതുവെ കുക്കിംഗ് സ്ത്രീകളുടെ ഒരു അവകാശമാണ്. പണ്ട് കാലത്തെ കാര്യമുണ്ടോ പറഞ്ഞു, ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്. സ്ത്രീകൾ കുക്ക് ചെയ്യുന്നു, കാലത്ത് അവരുടെ ഒരു മെയിൻ ഡേ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കാലത്ത് എനിക്കുന്നു, കോഫി തുറന്നു, ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം. അപ്പോ എഡ്യൂക്കേഷൻ ഒരു പാർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ പിന്നെ ഒരു പെൺകുട്ടിയെ പഠിപ്പിക്കുന്നത് കുക്കിംഗ് ആണ്, കുക്കിംഗ് മസ്റ്റ് എന്നുള്ള ഒരു രീതിയിലാണ്. ആൻഡ് ഇത് പഠിച്ചാൽ മാത്രം പോരാ, കൈപ്പുണ്യം എന്ന് പറയുന്ന ഒരു സംഭവം. അതായത് എല്ലാവരും കുക്ക് ചെയ്താൽ അത്ര ഗുണമില്ല, പക്ഷെ കൈപ്പുണ്യം ഉള്ളവർ കുക്ക് ചെയ്താൽ അടിപൊളി എന്നുള്ള സംഭവത്തിന് ഷെഫ് എങ്ങനെ നോക്കി കാണുന്നു? കുക്കിംഗ് ഗേൾസ് ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് നല്ലൊരു അഭിപ്രായമാണ്. അത് പെണ്ണുങ്ങൾ മാത്രമല്ല, ആണുങ്ങളായാലും ആണുങ്ങൾ രണ്ടുപേരും ഇതില് ജെൻഡറിന്റെ ഒരു ഡിഫറൻസ് ഇല്ല. രണ്ടാൾക്കാരും കുക്കിംഗ് ചെയ്ത് പഠിക്കണം. കാരണം നമുക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടും ഹോം മീൽ ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നമുക്ക് ബോഡി വെയിറ്റ് നോക്കുന്ന ആൾക്കാരായാലും എല്ലാം കൊണ്ട്. കാരണം നമ്മൾ റെസ്റ്റോറന്റ് ഫീൽഡിൽ നമ്മൾ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി പല രീതിയിലുള്ള ട്രിക്സ് ഇതൊക്കെ ഉണ്ട്. അത് എല്ലാം ഹെൽത്തി ആണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഇപ്പൊ ഒരു ഗേൾ ആയാലും ബോയ് ആയാലും നമ്മളത് കുക്കിംഗ് പഠിക്കുക എന്നുള്ളൊരു ഞാൻ പറഞ്ഞ ഒരു ബേസിക് സർവൈവലിന്റെ ഒരു പാർട്ടാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ ഇത് ഗേൾസിന് മാത്രം പറഞ്ഞുള്ളൊരു പണിയാന്ന് പറയുന്നില്ല, എനിക്ക് യാതൊരു യോജിപ്പില്ല. അത് കഴിഞ്ഞതാണ് എന്റെ ഒരു അഭിപ്രായം. ഓഫ് കോഴ്സ് അത് കഴിഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഒരു കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഓഫ് കോഴ്സ് നമ്മള് ഒരിടത്ത് പോയിട്ട് ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ലൈക്ക് ഔട്ട് സൈഡ് ഫുഡ് ഒരു ലിമിറ്റ് ഉണ്ടല്ലേ, കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മടുക്കും. അപ്പൊ നമ്മൾ എന്തായാലും ആ ഒരു കുക്കിംഗ് ലെവലിലോട്ട് വരും. അപ്പോ ഇതില് എന്റെ ചോദ്യം 2 ചോദ്യം ഉണ്ട്. ഒരു ചോദ്യം രണ്ടാമേക്ക്. ആദ്യത്തെ ചോദ്യം, ഈ കൈപ്പുണ്യവും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹോട്ടലിലുള്ള എല്ലാ ഷെഫിനും കൈപ്പുണ്യം ഉണ്ടോ? അത് എങ്ങനെയാണ് കണക്ട് ആവുന്നത്? ഞാൻ കൈപ്പുണ്യത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു ഡിഫറെന്റ് ഒപ്പീനിയൻ ഉണ്ട്. ഒരു 98% ഉള്ള മലയാളികളും വിശ്വസിക്കുന്ന കൈപ്പുണ്യമുള്ള സംഭവം ഉണ്ടെന്നാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് അതൊരു റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ പറയാം, നമുക്ക് ഫുഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 രീതിയിൽ അപ്രോച്ച് ചെയ്യാം. നമ്മുടെ എക്സ്പീരിയൻസിന്റെ ബേസിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സയന്റിഫിക്കലായിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ഫുഡ് സയൻസ് എന്ന് പറയുന്നത് തന്നെ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഹോട്ടൽ മാനേജർ പഠിപ്പിക്കും പറയുന്ന ഒരു കാര്യം തന്നെ ഫുഡ് ഈസ് ആൻ ആർട്ട് ആൻഡ് സയൻസ് എന്ന്. ആ സയൻസ് എന്ന് പറയുന്ന പാർട്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് സയന്റിഫിക് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് നമ്മൾ ടു ദ ലാസ്റ്റ് ഗ്രാം വരെ മെഷർ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആ ഡിഷ് സക്സസ് ആകാൻ പറ്റും. നമ്മൾ ഹോട്ടൽ മാനേജർ പഠിക്കാൻ പറ്റുന്ന ആൾക്കാര് ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും കുക്ക് ചെയ്യാത്ത ആൾക്കാരായിരിക്കും പഠിക്കാൻ പറ്റുന്നത്. അവരെങ്ങനെയാണ് ഷെഫ്മാരാവുന്നത്? ഫ്യൂച്ചറിൽ ലെമറിഡിൻ, താജ് അല്ലെങ്കിൽ ഒബ്രോയ് അതുമാതിരി അല്ലാന്നുണ്ടെങ്കിൽ ഇന്റർകോണ്ടിനെന്റൽ ഈ നോബലിലുള്ള സ്റ്റാർ ഹോട്ടലിന്റെ ഷെഫ്മാരായിട്ട് തീരുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവര് സയന്റിഫിക്കലായിട്ട് ഈ ഫുഡ് സയൻസിനെ അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. ഫുഡ് അല്ലെങ്കിൽ കുക്കിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്നത് സയന്റിഫിക് ആയിട്ടാണ്. നമ്മൾ എക്സാക്ട് മെഷർമെന്റ് ഇപ്പൊ നമുക്ക് ഒരു റെസിപ്പി ബുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ ചാനൽ അര കപ്പ്, 1 കപ്പ്, 2 സ്പൂൺ എന്നൊക്കെ പറഞ്ഞ കണക്കുണ്ടാവും. സ്റ്റാൻഡേർഡ് മെഷർമെന്റ് എല്ലായിടത്തും കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ചില യൂട്യൂബ് ചാനലിൽ മാത്രമാണ് കുറച്ച് എന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ ഒരു ചാനലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ എക്സാക്ട് മെഷർമെന്റ് പറഞ്ഞു കൊടുക്കും. കാരണം ആ മെഷർമെന്റ് വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് സക്സസ് ആവുന്നുള്ള എനിക്ക് അറിയാവുന്നതാണ് ഞാനത് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പൊ എന്റെ മാതിരി ചെയ്യുന്ന കുറെ പേരെ ഉണ്ട്, വേറെ ഒത്തിരി നല്ല യൂട്യൂബേഴ്സ് ഉണ്ട്. ഞാൻ എന്റെ മാത്രം ഹൈലൈറ്റ് പറയുന്നില്ല, അവരും അത് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പറഞ്ഞതിന്റെ ബേസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ നമുക്ക് ചെയ്യാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമുക്ക് ഫുഡ് കുക്കിങ്ങിനെ നമുക്ക് സയന്റിഫിക് ആയിട്ട് അപ്രോച്ച് ചെയ്യാം. ആ ഒരു കൺസെപ്റ്റ് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു കൈപ്പുണ്യം എന്നുള്ളൊരു കൺസെപ്റ്റ് പറയാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല. അപ്പൊ നിങ്ങൾ തിരുത്താ ഇപ്പൊ എന്താ അതിൽ കൂടുതൽ എനിക്ക് പറയാനില്ല. അതെ, അപ്പൊ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടും ഓരോ പെർസെപ്ഷൻസ് കാര്യങ്ങളാണ്. ദാറ്റ് വി ഹാവ് ടു അക്സെപ്റ്റ് ദാറ്റ്. അതായത് ആസ് എ ഷെഫ് എന്നുള്ള രീതിയിൽ പറയുന്നത് കണക്ക് വെച്ച്, അതായത് ഇപ്പം ഡ്രൈവ് ചെയ്യാൻ പഠിച്ച് ലൈസൻസ് കിട്ടി കഴിഞ്ഞാൽ അവന് കാർ ഓടിക്കാം. അതേപോലെ കുക്കിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഓരോ ഇൻഗ്രീഡിയൻസ് ലെവലുണ്ട്. ഇതിൽ മേ ബി ചിലപ്പോൾ വീട്ടമ്മമാർക്ക് ഞങ്ങൾ അളന്ന് നോക്കിയിട്ടൊന്നുമില്ല, ഞങ്ങളൊക്കെ കൈകൊണ്ട് ഇങ്ങനെ ഒരു മനക്കണക്കാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നവരും ഉണ്ട്. അത് ഞാൻ ഒരിക്കലും ഡിനൈ ചെയ്യുന്നില്ല. കൈപ്പിന്നുള്ള കൺസെപ്റ്റ് മാത്രമേ ഡിനൈ ചെയ്തുള്ളൂ. ഈ ഒരു സംഭവം വന്ന് കമ്മിങ് ഫ്രം എക്സ്പീരിയൻസ് ആണ്. നമ്മളൊരു 15 പ്രാവശ്യം 20 പ്രാവശ്യം ഒരേ ഡിഷ് തന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് ആ ഒരു മൈൻഡ് മനക്കണക്ക് വരും. മനക്കണക്കിനാണ് കൈപ്പുണ്യം എന്ന് പറയുന്നതുണ്ടെങ്കിൽ ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട്.
അപ്പൊ മനക്കണക്ക് നമുക്ക് അവർക്ക് അതെ 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 അപ്പൊ മനക്കണക്കാണ് കൈപ്പുണ്യം എന്ന് നിങ്ങൾ എഗ്രി ചെയ്യുന്നെങ്കിൽ ഇപ്പൊ കേട്ടപ്പോൾ എനിക്കും ഓക്കെ ഒരു സാധനം ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞ് അര കപ്പ് ഒരു സ്പൂൺ എന്നൊക്കെ പറഞ്ഞിടുമ്പോ നമ്മൾ അത് മൈൻഡിൽ എടുത്തിട്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇന്റർവ്യൂ കണ്ടു വേണമെങ്കിൽ മമ്മിയോട് ചോദിക്കാം കൈപ്പുണ്യം ഉണ്ടോന്ന്. വീട്ടിൽ കിട്ടുന്നത് ഇവര് കാണില്ലല്ലോ. ഓക്കെ, ഇനി അടുത്തത് ഇപ്പൊ ഇവിടെ വന്നു അല്ലെ, എബ്രോഡ് ആയിരുന്നു, ദെൻ ഇപ്പോ ഷെഫാണ്. അപ്പോ എറണാകുളത്തോ ഞാൻ ഇപ്പൊ ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നില്ല. 10-20 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തോ സംഭവം ഉണ്ട്, യു ആർ ഗോയിങ് ടു പ്ലാൻ റൈറ്റ്. അപ്പൊ തൃശ്ശൂർക്കാർക്കും എറണാകുളത്തുകാർക്കും എന്തെങ്കിലും ഗുഡ് ന്യൂസ്, എന്തെങ്കിലും യുവർ റെസ്റ്റോറന്റ് സംതിങ് സംഭവം വരുന്നുണ്ടോ? റെസ്റ്റോറന്റ് അല്ല, നമ്മുടെ ഒരു ഫുഡ് ലൈൻ ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ മിസ്റ്റർ ഷെഫ് ഡിലൈറ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൽ നമ്മൾ കുറെ ഫുഡ് ഐറ്റംസ് നമ്മൾ പ്ലാൻ ചെയ്ത് ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി വിതിൻ ഐ തിങ്ക് 2 months നമുക്ക് ഇത് സെല് ചെയ്യുമ്പോൾ നമുക്ക് റെഡി ആവും. ബേസിക്കലി പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങുന്നത് പിക്കിളിൽ നിന്നായിരിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ സ്പൈസസ്, എന്താ പറയാ, കറി പൗഡർ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. യുവർ ഫേവറേറ്റ് ഫുഡ് അത് എത്ര കഴിച്ചാലും മുക്കിയോ മിഡ് നൈറ്റ് കൊണ്ടു തന്നാലും കഴിക്കുന്ന യുവർ ഫേവറേറ്റ് ഡിഷ്? ബീഫ് കറി എന്റെ ഒരു ഫേവറേറ്റ് ആണ്. അതെ അല്ലേ? ബീഫ് കറി എപ്പോ കിട്ടിയാലും കൂട്ടിനോട് കഴിച്ചു പുട്ടും ബീഫും. ഓക്കെ, ഇനിയിപ്പോ ഇവിടം വരെ വന്നു, നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോ ഷെഫിന്റെ വക ചായ് ടോക്സ് ഫൈബർ എന്താണ് കുക്ക് ചെയ്യാൻ പോകുന്നത്? എന്താണ് നമുക്ക് വേണ്ടി കുക്ക് ചെയ്ത് തരാൻ പോകുന്നത്? നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടാണ്. നമ്മുടെ കേരളത്തിൽ അധികം ആൾക്കാർ ഉണ്ടാക്കാത്തതും വളരെ ഈസി ആയിട്ടുള്ളതും വളരെ ടേസ്റ്റ് ഉള്ള ആയിട്ടാണ് ചീസ് കേക്ക്. ചീസ് കേക്ക് ഭയങ്കര ഈസിയാണോ? വളരെ ഈസിയാണ്. ഈ ചീസ് കേക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്, ടു ബി ഫ്രാങ്ക്. അപ്പോ ഷെഫിന്റെ ചീസ് കേക്ക് നമുക്ക് സെറ്റ് ആക്കാം. ചീസ് കേക്ക് ഡെഫിനറ്റ്ലി ആക്കാം. നമ്മുടെ ഈ ക്രിസ്മസിന് സാധാരണ നമ്മൾ പ്ലം കേക്ക് മാറ്റി പിടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി. അപ്പൊ ഇടയ്ക്കൊക്കെ ലൈഫും സംഭവങ്ങളും ഭക്ഷണം കഴിക്കുന്നൊക്കെ ഒന്ന് മാറ്റി പിടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ നമുക്ക് ഇനി ഷെഫിന്റെ വക ലൈക്ക് ചീസ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പോണേന്നുള്ളത് നമുക്ക് കാണാം. അപ്പൊ നേരെ നമുക്ക് കിച്ചണിലോട്ട് പോവാം. ഓക്കെ, ചലോ ലെറ്റ്സ് ഗോ. നമ്മളിപ്പോ ഒരുപാട് വിശേഷങ്ങളും കുട്ടി കുട്ടി ടിപ്സും ഡയറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇപ്പൊ അറിഞ്ഞു അല്ലെ. ഇനിയിപ്പോ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസിൽ മെയിൻലി നമ്മൾ പ്ലം കേക്ക് ആണ് ഉണ്ടാക്കാറുള്ളത്. ഞാനും പ്ലം കേക്കിന്റെ മെയിൻ ഫാനാണ്, അതേപോലെ തന്നെ ചീസ് കേക്കിന്റെ ഫാനാണ്. സോ ഇത്തവണ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പ്ലം കേക്ക് അല്ല ചീസ് കേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ചീസ് കേക്കിന്റെ ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഷെഫ് എന്നെ പഠിപ്പിച്ചു തരും. അതേപോലെ നിങ്ങൾ അത് കണ്ടുപിടിച്ച് ഉണ്ടാക്കാനും മറക്കണ്ട. ഓക്കെ, സ്റ്റാർട്ട്. ഈ ഒരു റെസിപ്പിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിനും ഫാർ ഈസിയാണ്. ജസ്റ്റ് ഫ്യൂ ഇൻഗ്രീഡിയൻസ് വിതിൻ ഫ്യൂ മിനിറ്റ്സ് നമ്മളുടെ ഇതിന്റെ മിക്സിംഗ് കാര്യങ്ങളെല്ലാം കഴിയും. കമ്പയർ ടു പ്ലം കേക്കിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ചീസ് കേക്ക് ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ട് ടൈം എടുക്കുന്നത് നമുക്ക് ഈ ഒന്നെങ്കിൽ ഓവനിൽ കുക്ക് ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റീം ചെയ്യുന്ന രീതി പ്രോസസ്സ്, പിന്നെ നമ്മളെ സെറ്റ് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ഈ ഒരു റെസിപ്പിയുടെ. അപ്പൊ നമുക്ക് മെയിൻ ഹൈലൈറ്റ് എനിക്ക് തോന്നുന്നു ഇപ്പം ഇപ്പൊ കുക്ക് ചെയ്യുന്നു പറഞ്ഞ കാര്യം, ഓവൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ പല വീട്ടുകാർക്കും ചീസ് കേക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമം വേണ്ട. ആ സംഭവം ഇവിടെ സോർട്ട് ആവുകയാണ്. അപ്പൊ ഓവൻ ഇല്ലാത്തവർക്ക് എങ്ങനെ ഉണ്ടാക്കാന്നുള്ള സംഭവം നമുക്ക് ഇപ്പൊ പഠിക്കാം. ഓക്കെ, എക്സാക്ട്ലി. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചീസ് കേക്ക് നമ്മളൊരു ബേസ് ഉണ്ടാക്കണം. കാരണം നമ്മളെ ഈ ഒഴിക്കുന്നത് വളരെ ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ നമ്മൾ ഇത് അടിയിൽ ഹോൾഡ് ചെയ്യാനായിട്ട് നമ്മളൊരു ബേസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ ബിസ്ക്കറ്റ് ആണ്. ഇതിപ്പോ നമുക്ക് ഏത് ബ്രാൻഡുകളും എടുത്തേക്കാം. നമ്മൾ എടുത്തേക്കുന്നത് ബട്ടർ ചോയ്സ് ആണ്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ബട്ടർ ചോയ്സ് കിട്ടില്ലെങ്കിൽ ഏത് ബിസ്ക്കറ്റ് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മളിന്ന് ഇവിടെ എടുത്തേക്കുന്നത് ഒരു 20 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഈ ബിസ്ക്കറ്റ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് ക്രംബിൾ ചെയ്ത് അല്ലെങ്കിൽ പൊടിച്ചെടുക്കുകയാണ്. അതായത് ഫൈൻ പേസ്റ്റ് ആയിട്ട് ഫൈൻ ആയിട്ട് നമ്മൾ പൊടിക്കരുത്. ജസ്റ്റ് എന്താ പറയാ, ഒരു ക്രംബിൾ ആയിട്ടുള്ള ആ ലെവലിൽ എടുക്കണം. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. നമുക്ക് അതായത് ഭയങ്കര അങ്ങ് പൊടിച്ചങ്ങനെ ഇതാക്കാതെ, അതെ, ജസ്റ്റ് നമ്മൾ കയ്യിൽ തൊടുമ്പോൾ നമുക്ക് തരി ഫീൽ ചെയ്യുന്ന പോലെ അത് നോട്ട് ചെയ്യണേ. അടുത്തായി നമുക്കിത് മിക്സിയിലേക്ക് ക്രഷ് ചെയ്തെടുക്കാം. നമുക്കൊന്ന് ലിഡ് വെക്കുക. ആദ്യം നമ്മൾ ജസ്റ്റ് ഒരു ഫ്യൂ സെക്കൻഡ് ഒന്ന് കൊടുക്കുക. ഓൾമോസ്റ്റ് എത്ര കൗണ്ട് ആയിരുന്നു? ഇതിപ്പോ നമ്മൾ ശരിക്കും പറഞ്ഞാല് ഏറ്റവും ബെസ്റ്റ് നമ്മൾ പൾസിലിട്ട് അടിക്കാന്നുള്ളതാണ്. അപ്പൊ അതായത് നമുക്ക് ഓവറായിട്ട് ഇത് പൗഡർ ആയി പോവില്ല. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് അടിക്കുക, ഓഫ് ആക്കുക, നോക്കുക. നമുക്കൊരു പർട്ടിക്കുലർ ടൈം അല്ലാന്നുണ്ടെങ്കിൽ ഒരു എക്സാക്ട് ടൈം എനിക്ക് ഇത് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഓരോ മിക്സിയുടെ അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് കൂടി അപ്പൊ നമുക്ക് കാണാവുന്ന മാതിരി നമ്മള് നല്ല രീതിയിൽ പൗഡർ ആയിട്ടുണ്ട്. എന്നാൽ ഒത്തിരി അധികം പൗഡർ ആയിട്ടില്ല. ചില പീസുകൾ പൗഡർ ആവത്തുണ്ട്. അതെടുത്ത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത ബട്ടർ ആണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. നമ്മളൊരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഡയറക്റ്റ് മിക്സിയിലിട്ട് എന്നിട്ട്
എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ നമുക്ക് പൾസ് ചെയ്തെടുത്താൽ മതി. ഓക്കെ. പൊതുവെ നമുക്ക് കാണാൻ മതി ഇത് ഒരു ചെറിയൊരു സോഗി ടൈപ്പിലേക്ക് വരണം. അപ്പൊ നമ്മൾ ഒഴിച്ച ബട്ടർ കുറച്ച് ഇതിന് കുറവാണ്. കാരണം നമ്മുടെ എല്ലാ ബിസ്ക്കറ്റും സ്റ്റാൻഡേർഡ് സൈസിലുള്ള വരുന്നു. പല ബ്രാൻഡിനും പല സൈസ് വരുന്നുണ്ട്. അപ്പൊ നമ്മള് കുറച്ചും കൂടെ നമ്മൾ ബട്ടറിലേക്ക് ഒഴിക്കാം. നമുക്ക് 2 ടേബിൾ സ്പൂൺ ഒഴിക്കാം. അതിന്റെ പകുതി ഒഴിച്ചു. കുറച്ച് ഒഴിച്ചു. ഓക്കെ, നിൽക്കട്ടെ. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് വീണ്ടും ജസ്റ്റ് 2 പൾസ് ഒഴിക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് കാണുമ്പോൾ അറിയാം ഒരു ചെറിയൊരു സോഗിയുടെ പറഞ്ഞില്ലേ, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അടുത്തായി നമുക്ക് ഇതെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മളുടെ മോൾഡ് എടുത്ത് അതിലേക്ക് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മളുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. അടുത്ത നമ്മളുടെ ചീസ് കേക്കിന്റെ മോൾഡ്, അതായത് ബേക്കിംഗ് പാൻ എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അറേഞ്ച് ചെയ്യാണ്. ഇതിപ്പോ നമ്മള് ഉപയോഗിക്കുന്നത് ക്ലിപ്പ് ഓൺ ആണ്. കാരണം ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ഉപയോഗിക്കാൻ കാരണം എന്താ വെച്ചാൽ ചീസ് കേക്ക് നമുക്ക് മോൾഡ് ഡിമോൾഡ് ചെയ്തെടുക്കാനായിട്ട് ഈസിയാണ് ഇത്. ഇനിയിപ്പോ സോളിഡ് ആയിട്ട് അടിയിൽ നിന്ന് മാറ്റാൻ പറ്റാത്ത സോളിഡ് ആയിട്ടുള്ള ബേക്കിംഗ് പാനും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ബിസ്ക്കറ്റിന്റെ മിക്സർ നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. ഇട്ടതിന് ശേഷം നമുക്ക് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ ഈ ഒരു ബേസ് ഉപയോഗിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു സോളിഡ് ബേസ് അടിയിൽ ലീക്ക് ആവാണ്ടിരിക്കാനായിട്ട് നമ്മൾ ക്ലിപ്പ് ഓൺ ട്രേ ആണ് ഉപയോഗിക്കുന്നെങ്കിൽ, അല്ലാണ്ട് തന്നെ ഇതിന്റെ സ്റ്റാൻഡേർഡ് റെസിപ്പിയിൽ ഈ ഒരു ബേസ് വരുന്നുണ്ട്. കാരണം നമ്മൾ ആ ചീസ് കേക്ക് ബൈറ്റ് ചെയ്യുമ്പോൾ സംതിങ് ടു ചൂ ഓൺ പ്ലസ് ആ ഒരു ക്രഞ്ചിനെസ്, ബട്ടറി ഫ്ലേവർ എല്ലാം കൂടെ വരാൻ വേണ്ടി നമ്മൾ ഇതിങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് എക്സാക്ട്ലി ഈവൻലി വരണമെന്നില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു പെർഫെക്ഷനിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താ പറയാ സ്പൂൺ കൊണ്ട് എന്തെങ്കിലും വെച്ച് കൈവച്ച് നമുക്ക് പ്രസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ലെവലാക്കി എടുക്കാം. അപ്പൊ ഈ ഒരു ലെവൽ എത്തിയിട്ടുണ്ട്. ഇത് നമ്മള് ഒരു 2 മിനിറ്റ് നേരം നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം, അല്ലെങ്കിൽ ഫ്രീസറിൽ സോളിഡ് ആക്കി കിട്ടാൻ വേണ്ടി. അടുത്തതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട്. ഈ ഒരു പാർട്ട് ജസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് മാത്രമേ എടുക്കുള്ളൂ. ഇത് കഴിഞ്ഞ് നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ എന്താ പറയാ ഇതിന്റെ മെയിൻ ആ കുക്കിംഗ് പാർട്ട് കഴിച്ചു തന്നെ പറയാം. അതുകൊണ്ടാണ് നമ്മൾ ഈ റെസിപ്പി എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ഈസി ആക്ച്വലി. അപ്പൊ നമ്മളൊരു ബോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ബോളിലേക്ക് നമുക്ക് ആദ്യമായിട്ട് ഇടേണ്ടത് നമ്മളുടെ ഷുഗർ ആണ്. ഷുഗർ നമ്മളൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഷുഗർ നമ്മൾ ബോളിലേക്ക് ഇടണം ആദ്യം തന്നെ. അതിനുശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ കോൺസ്റ്റാർച്ച്. ഈ 1 ടേബിൾ കോൺസ്റ്റാർച്ച് നമ്മുടെ ഒറിജിനൽ ചീസ് കേക്ക് റെസിപ്പിയിലില്ല. ഇത് ഞാൻ ഇപ്പൊ ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന മെത്തേഡ് സ്റ്റീമിംഗ് മെത്തേഡ് ആണ്. നമ്മൾ ഓവനിലല്ല. അപ്പൊ നമ്മളൊരു സേഫ്റ്റി നെറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. കാരണം കുറച്ചുകൂടെ സോളിഡ് ആയിട്ട് കിട്ടും നമുക്ക് ഉറപ്പിക്കാം ഇത് ഇങ്ങനെ ചെയ്യുന്ന വഴി. അപ്പൊ മറ്റേതിൽ ഇത് വേണ്ട. ശരിക്കും നമ്മള് ചെയ്തിട്ട് കുഴപ്പമില്ല. കുറച്ചുകൂടെ നമ്മൾ സ്ലൈസ് ചെയ്യുമ്പോൾ ക്ലീൻ കട്ടായിട്ട് കിട്ടും. കാരണം കുറച്ചുകൂടെ സോളിഡ് ആയിട്ടിരിക്കും. ഇത് ഉപയോഗിച്ചില്ല കുറച്ചുകൂടെ ഫ്ലഫി ആയിട്ട് കിട്ടും. ഡിഫറൻസ് ആക്ച്വലി. അപ്പൊ അടുത്തായിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ 1/2 കപ്പ് ഷുഗറും 1 ടേബിൾ സ്പൂൺ കോൺസ്റ്റാർച്ചും കൂടെ ഇട്ടതിന് ശേഷം കോൺഫ്ലവറും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിനകത്ത് കോൺസ്റ്റാർച്ച് ഇടുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലാതെ കോൺസ്റ്റാർച്ച് ഇട്ട് നമ്മുടെ ഷുഗറോടെ മിക്സ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാല് നമ്മൾ കോൺസ്റ്റാർച്ച് ഡയറക്റ്റ് ഒരു സൊല്യൂഷനിലേക്ക് ഒഴിക്കുമ്പോൾ അത് മിക്സ് ആവത്തില്ല. അത് ലംസ് ആയിട്ട് അല്ല ചെറിയ പീസുകളായിട്ട് കിടക്കും. ഇങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാം. നല്ല ഫൈൻ ആയിട്ടുള്ള ചീസ് കേക്ക് കിട്ടും. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് നമ്മളുടെ ക്രീം ചീസ് ആണ്. ചീസ് പല വെറൈറ്റി വരുന്നുണ്ട്. നമ്മുടെ ലൈക്ക് ബ്ലൂ ചീസ് വരുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പാർമേസൻ ചീസ്. ക്രീം ചീസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ വെറൈറ്റി ആണ്. അപ്പൊ ഈ റെസിപ്പി നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത് ക്രീം ചീസ് മാത്രമാണ്. വേറൊരു ചീസ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് 200 ഗ്രാം ക്രീം ചീസ് ആണ്. നമുക്ക് ഇതിലേക്ക് ഇടാം. ഇട്ടതിന് ശേഷം നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു 2 മിനിറ്റ് നമ്മൾ വിസ്ക് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കൊരു 1/4 കപ്പ് ഫ്രഷ് ക്രീം കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ക്രീം ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കരുത്. ഒട്ടും തരിയില്ലാതെ. അതല്ല, ലംസ് വരാൻ പാടില്ല. ചീസ് കേക്കിൽ വേറെ സംഭവങ്ങൾ ആഡ് ചെയ്യോ? വേറെ ഫ്ലേവേഴ്സ് ലൈക്ക് സ്ട്രേറ്റ് ചീസ് കേക്ക് ആണോ അതോ വാനില ചെയ്യാം, നമുക്ക് ചോക്ലേറ്റ് ചെയ്യാം, സ്ട്രോബെറി ഫ്ലേവർ ചെയ്യാം. നമ്മൾ ബേസിക് ഇതാണ് ഫണ്ടമെന്റൽ, അത് ഏറ്റവും ബേസിക് ആയുള്ള ചീസ് കേക്ക് ഇതാണ്. ഈ ഒരു റെസിപ്പി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഫ്ലേവറിന്റെ ഇഷ്ടം അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും.
അപ്പൊ നമ്മൾ നന്നായിട്ട് വിസ്ക് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു പോറിംഗ് കൺസിസ്റ്റൻസി, അതായത് നിങ്ങൾക്ക് കണ്ടറിയാം ഓൾമോസ്റ്റ് ഒരു പോറിംഗ് കൺസിസ്റ്റൻസി ആണ് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഇതാണ് എക്സാക്ട്ലി നമുക്ക് വേണ്ടത്. അടുത്തായിട്ട് നമ്മൾ 2 എഗ്ഗ് പൊട്ടിച്ചതിൽ ഒഴിക്കുന്നു, കുറച്ച് വാനില എസൻസ് ഇടുന്നു, നമുക്ക് നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, സോ യു ഹോൾഡ് വൺ. കിട്ടില്ലേ? അല്ല, അങ്ങനെ പൊട്ടിക്കാൻ എനിക്കറിയില്ല. ഇല്ല, ഞാൻ ഇങ്ങനെ പൊട്ടിക്കുമ്പോ ചിലപ്പോ ഫുൾ ആയിട്ട് ഒഴിക്കാലോ. ഓക്കെ, അപ്പൊ ഹാപ്പി. അയ്യോ, സോ ഫാസ്റ്റ്. 2 എഗ്ഗ് നമ്മൾ പൊട്ടിച്ചിട്ടു. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബീറ്റ് ചെയ്യണം. നമ്മൾ ഇതിന്റെ അകത്ത് നമ്മളൊരു 1 ടീസ്പൂൺ വനില എസൻസ് എടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. വളരെ ഈസിയാണ് ഇത്. നമ്മൾ മുട്ട ഇട്ടതിന് ശേഷം നമ്മൾ ഹെവി ആയിട്ട് വിസ്ക് ചെയ്യരുത്, കാരണം ഇത് ബബിൾസ് വരും. അപ്പൊ നമ്മൾ വളരെ നൈസ് ആയിട്ട് ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യുക. ശരിക്കും നമ്മുടെ മുട്ടയാണ് നമ്മളുടെ ഇതിനകത്ത് എന്താ പറയാ എല്ലാ ഐറ്റംസും കൂടെ ഹോൾഡ് ചെയ്യുന്നത്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ ഒരു ചെറിയൊരു പോറിംഗ് കൺസിസ്റ്റൻസി വന്നില്ലേ, ഈ ഒരു പരുവത്തിൽ എത്തി കഴിയുമ്പോൾ, അതായത് നമ്മള് ഈ ഒരു കൺസിസ്റ്റൻസിലേക്ക് എങ്ങനെയും എത്തിക്കണം നമ്മള്. അതായത് നമ്മളിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ബിസ്ക്കറ്റ് അല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന ക്രീം ചീസിന്റെ ബ്രാൻഡിനൊക്കെ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ഞാൻ പറയുന്ന എക്സാക്ട് മെഷർമെന്റിൽ ഈ ഒരു കൺസിസ്റ്റൻസിലേക്ക് വരില്ല. അപ്പൊ എന്ത് ചെയ്യണം, കുറവാണെന്നുണ്ടെങ്കിൽ, അതായത് കൺസിസ്റ്റൻസി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ക്രീം, നമ്മുടെ ഫ്രഷ് ക്രീം അല്ലെങ്കിൽ കുറച്ച് മിൽക്ക് എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിലേക്ക് വരണം, കറക്റ്റ് വരണം. അടുത്തായിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം, നമുക്ക് ഷുഗർ ഉണ്ടോ ഇല്ല എന്നുള്ളത് നോക്കണം. ഞാൻ നോക്കായിരുന്നു. ആക്ച്വലി ഈ സംഭവം ഭയങ്കര സിമ്പിൾ ആണ് കഴിച്ചത്. ഞാൻ വിചാരിച്ചു ചീസ് കേക്ക് എന്നൊക്കെ കേട്ട് കഴിയുമ്പോൾ കുറച്ച് സമയം എടുക്കും, നേരം എടുക്കുന്നുള്ളത്. എനിക്ക് ഇതിപ്പോ ചെയ്തോണ്ട് ഞാൻ പറയുന്നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ചീസ് കേക്ക്. അപ്പോ ഇതിൽ മെയിൻ ആയിട്ടും മുട്ട, പിന്നെ ഇപ്പോ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കൺസിസ്റ്റൻസി, അതായത് ഈ ഒരു ലെവലിലോട്ട് സാധനം കിട്ടണം എന്നുള്ളതാണ് എന്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പൊ എനിക്ക് തോന്നുന്നു മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്രീമിലും ചീസിലും. അതെ, ചീസിന്റെ ബ്രാൻഡിലാണ് നമുക്ക് ചിലപ്പോൾ ഈ ഒരു ഓക്കെ ഈ സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ ഒരു 99% നമുക്ക് ഈ പറഞ്ഞ എക്സാക്ട് മെഷർമെന്റിൽ കറക്റ്റ് ആയിട്ട് കിട്ടും. ഇനി എങ്ങാനും ഒരു ബ്രാൻഡിന്റെ, അതായത് മേടിക്കുന്ന ക്രീം ചീസിന്റെ ബ്രാൻഡിന്റെ മാറുന്നതിന്റെ ബേസിലെങ്ങാനും കൺസിസ്റ്റൻസി കുറച്ച് തിക്കായി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമ്മൾ വെള്ളം ഒഴിക്കുക, വെള്ളമല്ല സോറി പാലൊഴിക്കുക. ബെറ്റർ നമ്മൾ ഉപയോഗിക്കുന്ന ക്രീം തന്നെയാണ് ഉപയോഗിക്കുന്നത്, കാരണം കുറച്ചും കൂടെ നമുക്ക് ആ റിച്ച് ഫ്ലേവർ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഇത് ഞാൻ പറയട്ടെ, ഇത് നമ്മുടെ മറ്റേ സംഭവല്ലേ, പായസത്തിൽ കൂടെ മിക്സ് ചെയ്യണം, മിൽക്ക് മെയ്ഡ്. അതാ വനില എസൻസ് എല്ലാം കൂടെ വന്നിട്ടാണ്. ഇത് സത്യം പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കാനുള്ള നേരമില്ല എനിക്ക്. നമുക്ക് നേരെ സെറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഹാഫ് വേ ത്രൂ നമ്മൾ പാസ് ആയിട്ടുണ്ട്. സോ ഗൈസ്, നമ്മൾ ഫൈനൽ സെറ്റിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ബേക്കിംഗ് പാനിലേക്ക് നമ്മളുടെ നേരത്തെ മോൾഡ് ചെയ്തത്. യെസ്, നേരത്തെ നമ്മള് ബിസ്ക്കറ്റ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത സംഭവല്ലേ, അതിനകത്തേക്ക് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പണ്ടൊക്കെ വീട്ടില് ഒരു പ്രയോഗം ഉണ്ട്, ലാസ്റ്റ് വരുന്ന സംഭവം പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വടിച്ചെടുക്കുന്നത്. ബേസിക്കലി നമ്മളുടെ ഒരു 85% ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് നമ്മളുടെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ പാർട്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്, കാരണം ഇതിനുള്ളിൽ എന്തെങ്കിലും ബബിൾസ് ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരും. അപ്പൊ നമുക്ക് നല്ല ഫൈൻ ആയിട്ടുള്ള ചീസ് കേക്ക് കിട്ടുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇത് നേരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ സ്റ്റീമറിലേക്ക് വെച്ച് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും വീഡിയോ കാണുമ്പോൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓവൻ ഇല്ലാത്തതുകൊണ്ട് ഒരു വിഷയം, അതേപോലെ ഈസി ആയതുകൊണ്ടും പിള്ളേർക്ക് കഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ ചീസ് കേക്ക് ഇഷ്ടമുള്ള ഒരു ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ വീഡിയോന്റെ താഴെ കമന്റ് ഇടണം. ഇനി ചീസ് കേക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും ഈ സംഭവം ഷെയർ ചെയ്തിട്ട് അവരോട് വേഗം ഉണ്ടാക്കിയിട്ട് ക്രിസ്മസിന് നിങ്ങൾ അത് അവിടെ പോയി കഴിക്കാനും മറക്കരുത്. സീരിയസ്ലി ഇത് നിങ്ങൾ കുക്ക് ചെയ്ത് നോക്കിയിട്ട് ആ ഒരു, പല ആൾക്കാരുണ്ടോ മേ ബി ഭയങ്കര പാടായിരിക്കും വിചാരിക്കുന്നത്, സംഭവം ഭയങ്കര സിമ്പിൾ ആണ്. ഈവൻ ഞാനും ആ സത്യം ഇപ്പോഴാണ് അറിഞ്ഞത്. അതിന് താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് സെറ്റ് ചെയ്യാം. അടുത്തായിട്ട് ചെയ്യുന്നത് നമ്മള് ഇതൊന്ന് കവർ ചെയ്യാണ്. നമ്മൾ സിൽവർ ഫോയിൽ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലാണ് കവർ ചെയ്തത്. നമ്മൾ സാധാരണ നമ്മൾ ഓവനിൽ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു സിൽവർ ഫോയിൽ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ വെക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ അത് നമ്മളുടെ ഹീറ്റിംഗ് കോയിൽ വഴിയാണ് 2 സൈഡിൽ നിന്ന് ചൂട് വരുന്നത്. ഇത് നമ്മൾ സ്റ്റീമിൽ കുക്ക് ചെയ്യുമ്പോൾ
ഈ അടിയിൽ നിന്ന് വരുന്ന നീരാവി മുകളിലേക്ക് വന്നിട്ട് ചീസ് കേക്കിലേക്ക് വരും. അപ്പൊ അതൊരു ശരിക്കും മെസ്സപ്പ് ആവും. അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഈ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്ത് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. നന്നായി കവർ ചെയ്തു. അടുത്തായിട്ട് നമ്മളുടെ ചീസ് കേക്ക് നമുക്ക് കുക്ക് ചെയ്യുന്ന പ്രോസസ്സാണ്. നമുക്ക് സ്റ്റവ് എടുത്ത് വെച്ച് ഓണാക്കിയതിന് ശേഷം നമുക്കൊരു കുക്കിംഗ് പാൻ എടുത്ത് വെക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം അല്ലെങ്കിൽ ഒരു 3/4 ലിറ്റർ വെള്ളം, കപ്പല്ല 3/4 ലിറ്റർ വെള്ളത്തോളം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മുടെ കുക്കറിനോടെ കിട്ടുന്ന സ്റ്റീമിംഗ് ട്രേ ആണ്, അതെടുത്ത് നടുക്ക് തന്നെ വെക്കാം. അപ്പൊ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ വെള്ളം തിളച്ച് നന്നായിട്ട് സ്റ്റീം വരുന്നുണ്ട്. പക്ഷെ ഇതില് ഞാനൊരു കാര്യം കൂടെ പറയാം. നമ്മൾ എടുക്കുന്ന പാത്രത്തിന്റെ അളവനുസരിച്ച്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പോട്ടിന്റെ വലിപ്പം അനുസരിച്ച് ഈ 1/2 ലിറ്റർ 1 ലിറ്റർ എന്നുള്ള അങ്ങോട്ടും മാറും. അപ്പൊ ചെറിയ പാത്രം എടുക്കുകയാണെങ്കിലും നമുക്ക് 1/2 ലിറ്റർ വേണ്ടി വരില്ല, വലുതാണെങ്കിൽ 1/4 കൂടുതൽ വേണ്ടി വരും. അപ്പൊ ബേസിക്കായിട്ട് പറയാനുള്ളത് നമ്മളുടെ സ്റ്റീമിംഗ് ട്രേയുടെ തൊട്ട് താഴെ വെള്ളം നിൽക്കണം. അതാണ്, അതായത് നമ്മൾ കുക്ക് ചെയ്യുന്ന നമ്മളുടെ ട്രേ വെള്ളത്തിൽ മുട്ടി നിൽക്കാത്ത രീതിയിലുള്ള ഒരു അളവിൽ വെള്ളം വയ്ക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് വരും. ഓക്കെ, നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് സ്റ്റീം വന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേ അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റീമിംഗ് ട്രേ നമുക്ക് നമ്മുടെ ചീസ് കേക്ക് നമുക്ക് ട്രേയിലേക്ക് ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം പാത്രത്തിന്റെ ലിഡ് വെക്കാം. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ സ്റ്റൗവിന്റെ ഫ്ലെയിം കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് സിമ്മറിലാണ്, അതായത് ഏറ്റവും ചെറിയ തീയിൽ നമ്മൾ ഒരു 40 മിനിറ്റ്സ് ആണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മുടെ സ്റ്റീം പോകാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെറിയൊരു, ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിന്റെ അനുസരിച്ച്, ഇതിപ്പോ നമ്മൾ ഈ ഉപയോഗിക്കുന്ന പാത്രത്തിൽ ചെറിയ സ്റ്റീം പോകാൻ ഹോൾ ഉണ്ട്, അത് നമ്മൾ ഒരു പേപ്പർ വെച്ച് നമ്മളത് അടച്ചു വെക്കാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ മൈദ വെച്ചിട്ടോ അല്ലെങ്കിൽ പപ്പടം വെച്ചിട്ടോ എന്ത് വെച്ചാലും നമ്മളത് ജസ്റ്റ് ബേസിക്കലി ക്ലോസ് ചെയ്യാം. അതായത് പുറത്തേക്ക് പോകരുത്, സ്റ്റീം ഉള്ളിക്കണം. അപ്പൊ നമ്മള് സിമ്മറിൽ ഇട്ടു. ഇനി നമ്മള് ഒരു 40 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 40 എന്നുള്ളത് നമ്മള് എക്സാക്ട് ടൈം പീരീഡ് അല്ല, നമ്മൾ 40 മിനിറ്റിൽ ചെക്ക് ചെയ്യുന്നു. ഇപ്പൊ കുക്ക് ആയില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കുക്ക് ചെയ്യാം. 40 മിനിറ്റ് ആണ് നമ്മളുടെ ഡെഡ് ലൈൻ ടു ചെക്ക് ദ ചീസ് കേക്ക് കുക്ക് ആയില്ല എന്നുള്ളത്. സെറ്റ് ദ ടൈം ഓഫ് 40 മിനിറ്റ്സ്. അപ്പൊ നമ്മൾ ടൈമും വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മളെ 40 മിനിറ്റ്സിന്റെ ടൈമർ അടിച്ചിട്ടുണ്ട്. അപ്പൊ ഹോപ്പ്ഫുള്ളി നമ്മുടെ ഇത് സെറ്റ് ആയിട്ടുണ്ടാവണം, നമുക്ക് ചെക്ക് ചെയ്യാം. ഇനിയിപ്പോ സെറ്റ് ആയില്ലെങ്കിൽ തന്നെ നമുക്ക് എക്സ്ട്രാ 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. നമ്മൾ സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഫോയിൽ നമുക്ക് മാറ്റി നോക്കാം. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. കാരണം നമ്മളിത് ഷേക്ക് ചെയ്യുമ്പോൾ വോബിളി അല്ലാന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മളിത് സെറ്റ് ആയിട്ടുണ്ടെന്നാണ്. ഓക്കെ, നമ്മുടെ മെഷർമെന്റ് എല്ലാം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് സെറ്റ് ആയിരിക്കുന്നത്. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഇത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. സെറ്റ് ചെയ്ത് നമ്മൾ നോർമൽ ടെമ്പറേച്ചറിൽ നമുക്ക് കുറച്ചു നേരം വെക്കാം, ഒരു 10 മിനിറ്റ് നേരം വെക്കാം. അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിലാണ് നമ്മൾ ഐഡിയൽ ആയിട്ട് നമുക്കിത് വെക്കേണ്ടത്. ഫ്രിഡ്ജിൽ 4 മണിക്കൂർ വെച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഇനിയിപ്പോ നമുക്ക് ടൈം കുറവാണെന്ന് നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം, ആ പ്രോസസ് ഫാസ്റ്റ് ആക്കാൻ വേണ്ടി നമുക്കൊരു 40 മിനിറ്റ്സ് ഫ്രീസറിൽ വെച്ചതിന് ശേഷം, അല്ലാതെ 30 മിനിറ്റ്സ്, അത് ഡിപ്പെൻഡ് നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 40 മിനിറ്റ്സ് നമ്മൾ ഫ്രീസറിൽ വെച്ചതിന് ശേഷം പിന്നീട് ഒരു 15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആ സെറ്റിംഗ് പ്രോസസ് കുറച്ചുകൂടെ ഈസപ്പ് ആകാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ടൈം ഇല്ലാത്തതിന്റെ പേര് നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റിയിട്ട്, കൊതി കൂടുതൽ കാരണം ടൈം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് മാറ്റാം. ക്ഷമയില്ലാത്തതിന്റെ പേര് അതാണ് നമ്മൾ കുറച്ച് ടെക്നിക്കലി പ്രൊഫഷണലൊക്കെ പറഞ്ഞുള്ളൂ, ക്ഷമയില്ലാത്തതാണ് ഇവിടെ വിഷയം. ഓക്കെ, അപ്പൊ നമുക്ക് ഫ്രീസറിലേക്ക് വരാം കേട്ടോ. ശരി, നമ്മളിത് ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളൊരു 30 മിനിറ്റ്സിന് നമ്മൾ ടൈമർ സെറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സർവിങ് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, സെറ്റ് ദ ടൈം ഫോർ 30 മിനിറ്റ്സ്. അപ്പൊ നമ്മുടെ ചീസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നല്ല രീതിയിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മള് ടൈം ഷോർട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തായിട്ട് നമുക്ക് ഇന്ന് ഡിമോൾഡ് ചെയ്യാം. ക്ലിപ്പ് ഓൺ മാറ്റിയതിന് ശേഷം നമുക്കൊന്ന് മുകളിലേക്ക് എടുക്കാം. അയ്യോ, നമുക്ക് ഇതിലേക്ക് വെക്കാം. അപ്പൊ അടുത്തായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമുക്കൊന്ന് പൈപ്പ് ചെയ്തതിനു ശേഷം സ്ട്രോബെറി വെക്കാം. പക്ഷെ നമുക്ക് ആ വിപ്പിംഗ് ക്രീം റെഡിമെയ്ഡ് കിട്ടിയില്ല, നമ്മൾ മേടിച്ച ക്രീം ചെറുതായിട്ട് മാറിപ്പോയി. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പൈപ്പ് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് സ്ട്രോബെറി വെച്ച് നമ്മുടെ ഐസിംഗ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ,
നമ്മുടെ സ്ട്രോബെറി ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. നമ്മൾ സൈഡിൽ കൂടെ ഇങ്ങനെ സ്ലൈസ് ചെയ്തതിനു ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമാതിരി നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് വരും. അടുത്തായിട്ട് നമുക്ക് സ്ട്രോബെറി ഇതിന്റെ മുകളിലേക്ക് വെക്കാം. നമ്മൾ പൈപ്പ് ചെയ്ത് നമ്മുടെ വിപ്പിംഗ് ക്രീമിന്റെ മുകളിലേക്ക് വെക്കാം. ഓരോന്ന് വെച്ചു ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം, എടുക്കുക, പ്രസ് ചെയ്യാം, ഇതായിരിക്കും. വെരി ഗുഡ്. ഇനി അടുത്ത നമുക്ക് ജസ്റ്റ് ഒന്ന് പൗഡർ നമ്മൾ പൗഡർ ഷുഗർ ആണ് ഇത്. നമ്മൾ സാധാരണ ഷുഗർ നമ്മൾ മിക്സിയിൽ അടിച്ച് പൗഡർ ആക്കി എടുത്തിരിക്കുന്നത്. നമ്മുടെ ഒരു അരിപ്പ അല്ലെങ്കിൽ സാധാരണ ഒരു സീവാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു അരിപ്പ എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇടാം. അതിനുശേഷം നൈസായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ക്രിസ്മസിന്റെ ഒരു സ്പെഷ്യൽ ഒരു സ്നോയി വൈറ്റ് ക്രിസ്മസ് എന്നൊക്കെ പറയില്ലേ, സ്നോ ഉള്ള ക്രിസ്മസ് എന്ന നിലയ്ക്ക് നമുക്കൊരു ചെറിയ ഇത് വരും. ഫൈനലി നമ്മുടെ ചീസ് കേക്ക് ഇവിടെ റെഡി ആയിക്കാൻ. ആക്ച്വലി ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു, അതുകൊണ്ടാണ് കുറെ നേരം ഇരിക്കുന്ന സംഭവത്തിന് ഞാൻ 40 ആയിട്ട് കട്ട് ഷോട്ട് ചെയ്തത്. ടേസ്റ്റിംഗ് റഹ്മാൻ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നമുക്ക് 2 പേർ കൂടി നോക്കാം. ഇതാണ് ആ പറഞ്ഞ സംഭവം. മെൽറ്റിംഗ് അടിപൊളി, സീരിയസ്ലി. ഉച്ചക്ക് ചോറ് വേണ്ട. ഞാൻ ഈ ചീസ് കേക്ക് റെക്കമെൻഡ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഇത് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വായില് ഓൾമോസ്റ്റ് മെൽറ്റ് ചെയ്യണം. ക്രീമി ടെക്സ്ചർ ആണ്, നല്ല റിച്ച് ആണ്, എല്ലാം ഉണ്ട്. താങ്ക് യു സോ മച്ച്. നോ പ്രോബ്ലം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഈ റെസിപ്പി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ചീസ് കേക്ക് ഇഷ്ടമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുള്ള അഭിപ്രായം കമന്റ് ചെയ്യണം. ഔട്ട് ഓഫ് 10 നിങ്ങൾക്ക് 1 to 10 റേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ റെസിപ്പി. ഒന്ന് ഈസിനെസ് പ്ലസ് ട്രൈ ചെയ്തതിനു ശേഷം നിങ്ങൾ ടേസ്റ്റ്. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ മുട്ടുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫാസ്റ്റ് ഫുഡിലോട്ട് പോകുന്നത് ചാനൽ മസ്റ്റ് വാച്ച്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.